നമസ്കാരം. അഫ്ഗാനിലെ ഭരണ അട്ടിമറിയിൽ നിർണായക പങ്കുവഹിച്ച താലിബാന്റെ പ്രമുഖ നേതാവ് ഖലീൽ ഖഖാനിയുടെ കൊലപാതകം താലിബാനെ ഒന്നടങ്കം ഞെട്ടിക്കുന്ന ഒരു സംഭവം തന്നെയാണ്. മന്ത്രാലയത്തിലെത്തിയ ഒരു അഭയാർത്ഥി ചാവേറായി പൊട്ടിത്തെറിക്കുകയായിരുന്നു. താലിബാൻ അധികാരം പിടിച്ചെടുത്ത ശേഷം കൊല്ലപ്പെടുന്ന ആദ്യ പ്രമുഖ നേതാവാണ് ഖലീൽ ഖഖാനി. അഫ്ഗാൻ തലസ്ഥാനത്ത് നടന്ന ചാവേർ സ്ഫോടനത്തിൽ അഭയാർത്ഥി മന്ത്രി കൊല്ലപ്പെട്ടതായി ആഭ്യന്തര മന്ത്രാലയ ഉദ്യോഗസ്ഥർ തന്നെ സ്ഥിരീകരിക്കുകയും ചെയ്തിട്ടുണ്ട്. ലോകത്തെ വിറപ്പിക്കുന്ന രണ്ട് ഇസ്ലാമിക സംഘടനകൾ അവിടെ നേർക്കുനേർ നിൽക്കുകയാണ്. ഒന്ന് ഐസിസും രണ്ട് ഭരണകക്ഷി കൂടിയായ താലിബാനും. അധികാരം കിട്ടിയപ്പോൾ താലിബാൻ സമാധാനത്തിന്റെ മാർഗത്തിലേക്ക് പോയി എന്നും ഭീകരതയിൽ വിട്ടുവീഴ്ചയില്ലെന്നുമാണ് ഐസിസ് പറയുന്നത്. താലിബാൻ അധികാരം പിടിച്ചെടുത്ത ശേഷം കൊല്ലപ്പെടുന്ന ആദ്യ പ്രമുഖ നേതാവാണ് ഖലീൽ ഖഖാനി. അമേരിക്കയുടെ ഉപരോധ പട്ടികയിലുള്ള നേതാവാണ് ഖലീൽ ഉർ റഹ്മാൻ ഖഖാനി. തീവ്രവാദ ഗ്രൂപ്പായ ഖഖാനി ശൃംഖലയുടെ സ്ഥാപകൻ ജലാലുദ്ദീൻ ഖഖാനിയുടെ സഹോദരനാണ് ഖലീൽ. താലിബാന്റെ 2 പതിറ്റാണ്ട് നീണ്ട പോരാട്ടത്തിനിടെ ഏറ്റവും നാശം വിതച്ച ആക്രമണങ്ങൾ നടത്തിയ തീവ്രവാദ ഗ്രൂപ്പാണ് ഖഖാനി. എല്ലായ്പ്പോഴും ഓട്ടോമാറ്റിക് തോക്കും കൈയിലേന്തിയാണ് ഖലീൽ ഉർ റഹ്മാൻ ഖഖാനി പ്രത്യക്ഷപ്പെടാറുള്ളത്. അഫ്ഗാനിസ്ഥാനിൽ 3 വർഷം മുമ്പ് താലിബാൻ അധികാരത്തിൽ തിരിച്ചെത്തിയ ശേഷം ബോംബാക്രമണത്തിൽ കൊല്ലപ്പെടുന്ന ഏറ്റവും പ്രമുഖ വ്യക്തിയാണ് ഖഖാനി. എന്നാൽ സ്ഫോടനത്തിന്റെ ഉത്തരവാദിത്തം ഇതുവരെ ആരും ഏറ്റെടുത്തിട്ടില്ല. 2021 അഫ്ഗാനിസ്ഥാനിൽ നിന്ന് വിദേശസേന പിൻവാങ്ങിയതിനു ശേഷമാണ് ഖലീൽ ഖഖാനി താലിബാന്റെ ഇടക്കാല സർക്കാരിൽ മന്ത്രിയാകുന്നത്. യുദ്ധത്തിൽ US നേതൃത്വത്തിലുള്ള സേനയ്ക്ക് എതിരായ ആക്രമണങ്ങൾ അഴിച്ചുവിട്ട തീവ്രവാദ വിഭാഗമായ ഖഖാനി ശൃംഖലയുടെ മുതിർന്ന നേതാവായിരുന്നു അദ്ദേഹം. നിലവിലെ ആഭ്യന്തരമന്ത്രിയായ സിറാജുദ്ദീൻ ഖഖാനിയുടെ അമ്മാവനാണ് ഖലീൽ. അധികാരത്തിൽ തിരിച്ചെത്തിയ ശേഷം നിരവധി താലിബാൻ നേതാക്കൾ ISകാരാൽ കൊല്ലപ്പെടുന്നുണ്ട്. അതിൽ പ്രവിശ്യ ഗവർണർമാർ, കമാൻഡർമാർ, മതപുരോഹിതർ എന്നിവർ ഉൾപ്പെടുന്നുണ്ട്. മിക്ക ആക്രമണങ്ങളുടെയും ഉത്തരവാദിത്തം IS ഏറ്റെടുത്തിരുന്നു. തങ്ങളുടെ സ്പേസ് കവർന്നവരായിട്ടാണ് ഐസിസ് അവരെ കാണുന്നത്. അതുപോലെ താലിബാനും ഖഖാനി നെറ്റ്വർക്കും ഒന്നായതോടെ ഐസിസിന്റെ സാമ്പത്തിക സ്ഥിതിയും വഷളായി. മന്ത്രി ഖലീൽ ഉർ റഹ്മാൻ ഖഖാനിയെ കൊലപ്പെടുത്തിയത് ഐസിസ് നൽകുന്ന കൃത്യമായ സൂചനയാണ്. തെക്കുകിഴക്കൻ അഫ്ഗാനിസ്ഥാനിലെ സദ്രാൻ പഷ്നൂർ ഗോത്രത്തിലെ മെഡി വിഭാഗമാണ് ഖഖാനി കുടുംബം. ജലാലുദ്ദീൻ ഖഖാനി പഠിച്ച പാകിസ്ഥാനിലെ ദാരുൽ ഉലൂം ഖഖാനിയ എന്ന മദ്രസയിൽ നിന്നാണ് ഖഖാനി എന്ന പേര് വന്നത്. 1980കളിൽ അഫ്ഗാനിസ്ഥാനിലെ സോവിയറ്റ് അധിനിവേശത്തിനെതിരെ യുദ്ധം ചെയ്തുകൊണ്ടായിരുന്നു ജലാലുദ്ദീൻ ഖഖാനിയുടെ തുടക്കം. അതിനെ വെറുമൊരു തുടക്കം എന്ന് വിശേഷിപ്പിച്ച് അവസാനിപ്പിക്കാൻ ആവില്ല. അഫ്ഗാൻ മുജാഹിദീനുകൾക്കൊപ്പം ചേർന്നായിരുന്നു ജലാലുദ്ദീൻ ഖഖാനിയുടെ പോരാട്ടം. അക്കാലത്ത് റൊണാൾഡ് റീഗൻ ആണ് അമേരിക്കയുടെ പ്രസിഡന്റ്. റീഗന്റെ കൂടി ആശീർവാദത്തോടെ CIA ഏറെ താൽപര്യത്തോടെ വളർത്തിക്കൊണ്ടുവന്ന സംഘമാണ് ഖഖാനി ശൃംഖല.